Hi guys and welcome back to Nora Times. I welcome you all to yet another episode of Kashmir Vlog. 3 days long train journey കഴിഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് തേർഡ് ഡേ ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ എത്തി. ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് എടുത്തു. ബസ്സിനാണ് ബനിഹാൽ വരെ പോകുന്ന വഴിയിലുള്ള വിഷ്വൽസ് ആണ് ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിൽ തന്നെ കാണാമല്ലോ, ഏകദേശം മോസ്റ്റ് ഓഫ് ദ ഹിൽസും സ്നോ കവർ ചെയ്ത് കിടക്കുകയാണ്. പിന്നെ കുറേ ടണൽസൊക്കെ കവർ ചെയ്തിട്ട് വേണം നമ്മൾ ബനിഹാൽ എത്താൻ വേണ്ടിയിട്ട്. കുറേ ഹില്ലി ഏരിയസിലൂടെ അല്ലേ നമ്മൾ പോകുന്നത്. ഇതൊക്കെ അതിൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെയാണ് ഇതിലുള്ളൂ. കാരണം 100+ കിലോമീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഫുൾ ടൈം എണീറ്റിരുന്ന് കഴിഞ്ഞാൽ മോഷൻ സിക്നെസ് ഉള്ള ഞാൻ വയ്യാതാവും അറിയുന്നതുകൊണ്ട് പറ്റുന്ന ഭാഗങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തു. ബാക്കി ഫുൾ ടൈം ഞാൻ ഉറക്കമായിരുന്നു. ഇത് റിവർ ചെനബാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിവറാണ്. അത് ഞാൻ പറ്റുന്ന ആംഗിളിൽ നിന്നൊക്കെ ആ റിവർ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മോർണിംഗ് 8 o'clock കയറിയ ഞാൻ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് ആഫ്റ്റർനൂൺ 1:30 ആ ടൈമിനുണ്ടായിരുന്ന ഒരു ട്രെയിന് ക്യാൻസൽ ചെയ്തപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാമെന്നായി തീരുമാനം. അങ്ങനെ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ഹോട്ടൽസ് ഉണ്ട്. അവിടെ ഒരു ഹോട്ടലിൽ കയറി മട്ടൻ കറിയും റൊട്ടിയും കഴിച്ചു. മട്ടൻ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഗ്രേവി മാത്രമാണ് കഴിച്ചത്. എന്നിട്ട് ഒരു 2:15 ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലോട്ട് ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിനാണ് അവസാനം ഞാൻ ശ്രീനഗർ എത്തിയത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് CRPF കാണാൻ പറ്റും. പിന്നെ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ തന്നെ അത്യാവശ്യം ഹിൽസൊക്കെ സ്നോ കവേർഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വിഷ്വൽസ്. ഫുഡ് കഴിച്ചിട്ടും ഇനിയും ട്രെയിൻ വരാൻ ടൈം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കുറേ കാശ്മീരി പിള്ളേരും കാശ്മീരി ഫാമിലീസ്, കാരണം ഇത് അവിടുത്തെ ലോക്കൽ ട്രെയിൻ ആയതുകൊണ്ട് ഫുള്ള് കാശ്മീരീസാണ് ഇതിൽ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ അവസാനം നമ്മൾ കാത്തിരുന്ന ട്രെയിൻ എത്തി. ഞാൻ ആ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള വിഷ്വൽസാണിത്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് പോയത്. ഇങ്ങനെ സ്നോയിൽ കൂടെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയ്ക്കൊന്നും വിശ്വസിച്ചില്ലെങ്കിലും, പക്ഷെ അവിടെ പോയിട്ട് കണ്ടപ്പോൾ എനിക്കത് വിശ്വാസമായി. ഇത് ട്രാക്കിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന മഞ്ഞാണ്. അതായത് നമ്മളിപ്പോൾ സാധാ ട്രെയിനിൽ പോകുമ്പോൾ ഡോർ സൈഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ തൊടാൻ പറ്റും. അത്രയും അടുത്താണ് മഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേനും ശ്രീനഗർ എത്തി. അവിടുന്ന് പിന്നെ ഡാൽഗേറ്റിൻ്റെ അങ്ങോട്ട് പോയി ഓട്ടോ വിളിച്ചിട്ട്. എന്നിട്ട് ഡാൽഗേറ്റിൻ്റെ അവിടെ പോയി നല്ലൊരു ചിക്കൻ തവയും റൊട്ടിയൊക്കെ കഴിച്ചു. പിന്നെ അന്ന് നൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്നും ചെയ്യാനില്ല. ബിക്കോസ് നാളെയാണ് ആദ്യമായിട്ടുള്ള അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.